14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദുഃഖവർഷമായി എന്ന് കണക്കാക്കപ്പെട്ട ആ പുണ്യമായ ഏറ്റവും സങ്കടപ്പെട്ട എന്നിരുന്നാലും നമ്മളെല്ലാവരും മനസ്സിലേക്കൊന്ന് ചേർത്ത് വെക്കേണ്ട ഹബീബിന്റെ സങ്കടത്തിന്റെ ആ കഥകൾ നമ്മളൊന്ന് അറിയേണ്ട ആ പവിത്രമായ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു യാത്ര കൊണ്ടുപോവുകയും അവിടെ വെച്ച് സ്വർഗ്ഗവും നരകവും എല്ലാം അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയും ചെയ്ത് തന്റെ ഒരു കുടുംബക്കാരിലേക്ക് ഒരു ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ തന്റെ ഉമ്മയും ബാപ്പയും ഉണ്ടാകുമ്പോൾ അവർ സ്നേഹത്തോടെ തന്റെ മകള് വന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുത്തു വിടുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നപ്പോ മെഹബൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ വിടുന്ന കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് 5 വഖത്ത് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം എന്റെ പ്രിയമുള്ളവരെ. നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെന്ന് പറയണമെങ്കിൽ അവൻ 5 വഖത്ത് നമസ്കാരം നിലനിർത്തുന്നവനാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പ്രധാനമായിട്ടും നമ്മൾ ആ വിഷയത്തിന്റെ ഗൗരവത്തെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ആയത്തിലൊന്ന് അറിയണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, മോനെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ തൂണാണെന്ന്. അത് അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നമ്മെ നമസ്കാരം പഠിപ്പിച്ചത്, എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത്, ഇത് അള്ളയുമായിട്ടുള്ള വല്ലാത്തൊരു മുനാജാത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണേ. എന്റെ റബ്ബും ഞാനുമായിട്ട് വല്ലാത്തൊരു ഉടമ്പടിയാണത്, വല്ലാത്ത നേരിട്ടുള്ളൊരു അവിടെ നിന്നുള്ളൊരു സംസാരമാണത് എന്നവിടെ നിന്ന് മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യനും തന്റെ ഉടമയുമായ പടച്ച തമ്പുരാനുണ്ടല്ലോ, അവർ രണ്ടുപേരും തമ്മിൽ ഒരു മറയുമില്ലാതെ നിൽക്കുകയാണ് നമസ്കാരത്തിലെന്ന്. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിനകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഈമാൻ വേണം കേട്ടോ, തഖ്വ വേണം കേട്ടോ. അല്ലാഹു എന്ന ചിന്ത മാത്രമേ, പിന്നെ ദുനിയാവിന്റെ ചിന്തയില്ലാതെ പടച്ച റബ്ബ് എന്ന ചിന്തയിലാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും വേണമല്ലോ. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ പ്രിയമുള്ളവരെ. പല ആളുകളും പറയാറുണ്ട്, ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്, നമസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ ആ നമസ്കാരത്തിലേക്ക് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ മനസ്സിനകത്തൊരു തത്വ ലഭിക്കാൻ, ഹൃദയത്തിനകത്തൊരു നന്മ ലഭിക്കാൻ എന്താണ് ഉസ്താദേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവരോടാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ വിഷയം നമുക്ക് ആ കാര്യമാണ് ചർച്ച നടത്താനുള്ളത്. അതുകൊണ്ട് ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ്. ഈ ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തിൽ നമുക്ക് അശ്രദ്ധ വരില്ല. ഒരിക്കലും തന്നെ പടച്ചവനെ നമസ്കാരത്തിൽ നമുക്ക് അശ്രദ്ധ വരില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം നമുക്ക് ഹൃദയത്തിനകത്ത് പടച്ച റബ്ബിനോടുള്ള ബോധമാണ് വേണ്ടത്. ഇന്ന് പല ആളുകളും നമസ്കരിക്കുന്നുണ്ട്, എന്നാൽ ആ നമസ്കാരം നമുക്ക്
നമുക്ക് വേണ്ടതുപോലെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഹൃദയത്തിനകത്ത് ഒരുപാട് മോശപ്പെട്ട ചിന്തകള്, ദുനിയാവിന്റെ ചിന്തകള്, ഈ കാണുന്ന പടച്ചറബേ ദുനിയാവിന്റെ സൗന്ദര്യങ്ങളും കാര്യങ്ങളുമാണ് ഹൃദയത്തിനകത്ത് കടന്നു വരുന്നത്. അതുകൊണ്ടൊന്ന് ആലോചിക്കണം പ്രിയമുള്ളവരെ, അതുകൊണ്ടൊന്ന് ആലോചിക്കണം പ്രിയമുള്ളവരെ. അല്ലാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് പടച്ച തമ്പുരാന് എന്റെ മുമ്പിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇത് അല്ലാഹുവിന് വേണ്ടിയാണെന്നുള്ള ചിന്ത നമ്മൾ കൊണ്ടുവരണേ. മഹാനായ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു തആല എന്റെ പ്രിയമുള്ളവരെ ഒരു മുസാഫിർ ആയിരുന്നു. അവിടുന്ന് വല്ലാതെ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച് നടക്കുന്ന മഹാനായിരുന്നു. ഹൃദയത്തിൽ അല്ലാഹനെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും പടച്ച റബ്ബിനോട് അടുത്തൊരു സൂഫിയായ രീതിയിൽ നടക്കുന്ന മനുഷ്യനായിരുന്നു. അല്ലാഹുവിനോട് ഏറ്റവും അടുത്തൊരു സൂഫിയായ പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ നടന്നു പോയി. ഒരിക്കലും നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ കയറി. അവിടെ ചെന്നപ്പോൾ ഇമാമിനെ കണ്ടു. ജമാഅത്ത് നടക്കുകയാണ്. ആ ജമാഅത്തിൽ മഹാനവറുകൾ പങ്കെടുത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയിലെ ഖതീബ്, ആ പള്ളിയിൽ നിസ്കാരത്തിന്റെ നേതൃത്വം കൊടുത്ത ഉസ്താദ് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ നടക്കുമ്പോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരുന്നത് ആരാണ്? ഇത് ചോദിച്ചപ്പോ മഹാനായ ബിസ്താമി റളിയല്ലാഹു തആല എന്ത് പറഞ്ഞെന്നറിയോ? ഞാൻ പോയിട്ടൊന്ന് 2 റക്അത്ത് നമസ്കരിക്കട്ടെ, ഞാൻ പോയിട്ടൊന്ന് ഞാൻ നിസ്കരിച്ച് നിസ്കാരം ഞാനൊന്ന് വീട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ മറുപടി പറയാന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പോകാൻ. അപ്പൊ ഈ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ജമാഅത്ത് നിസ്കരിച്ചതല്ലേ, എന്റെ കൂടെ ജമാഅത്ത് നമസ്കരിച്ചതല്ലേ? ഈ പണ്ഡിതൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തരെ മഹാനായ തങ്ങള് പറയാണ്, മോനെ ആ ഭക്ഷണം തരുന്നത് ആരാണ് എന്ന് പോലും അറിയാത്ത നിന്നെ നിസ്കാരം എങ്ങനെയാണ് ശരിയാകുന്നത്? എന്താ പറഞ്ഞേ? എനിക്ക് ഭക്ഷണം, ഒരു മനുഷ്യന്റെ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് എന്ന് പോലും അറിയാത്ത നിന്റെ നിസ്കാരം ശരിയാകുമോ? നീ ജമാഅത്ത് നിസ്കാരം ശരിയാകും, അതുപോലെ നിനക്കറിയില്ലേ എന്നെന്റെ പ്രിയമുള്ളവരെ ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കാം. അപ്പൊ ഹൃദയത്തിനകത്ത് അല്ലാഹുമായിട്ടുള്ള വലിയൊരു ബന്ധം എന്റെ പ്രിയമുള്ളവരെ ഉണ്ടാകണം. മനസ്സിലായില്ലേ? അല്ലാഹു തആല ബോധം നൽകട്ടെ. ഒരു രാജ്യത്തിലെ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഒരിക്കൽ തന്റെ ഭടന്മാരോട്, തന്റെ കൊട്ടാരത്തിൽ അവരോട് പറയാൻ, നല്ല രാജാവാണ്, കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ വേണ്ട രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല രാജാവാണ്. ഈ രാജാവ് പറയാണത്രേ, ഈ കൊട്ടാരത്തിന്റെ ഖജനാവ് തുറക്കാൻ പോകാൻ, ഇതിലുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് രാജാവ് പറയാൻ. ആ സമയത്ത് രാജാവ് പറഞ്ഞ സ്ഥിതിക്ക് ആ കൊട്ടാരത്തിലുള്ള ജോലിക്കാരും ആ കൊട്ടാരത്തിന്റെ അവിടെയുള്ള എല്ലാ ആളുകളും കടന്നു വന്നു. തനിക്ക് കഴിയുന്ന രീതിയിൽ ആ കൊട്ടാരത്തിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ എടുക്കാൻ കഴിയുമോ എല്ലാവരും പെറുക്കിയെടുത്തു. ഖജനാവ് കാലിയാകാനായി. ആ സമയത്തിന്റെ വീട് നോക്കുമ്പോ ഒരു വൃദ്ധയായ പ്രായം ചെന്നൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാജാവ് ചോദിക്കുകയാണ്, എന്താ എല്ലാരും എടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അവിടുന്ന് പറഞ്ഞു അത്രേ, ഞാനിത് എടുക്കുന്നില്ല, കാരണം എനിക്ക് ഇവിടുത്തെ രാജാവിന്റെ പരിഗണനയാണ് ഏറ്റവും വലുത്, ഇവിടുത്തെ രാജാവിന്റെ സ്നേഹമാണ്, ഇവിടുത്തെ രാജാവ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. അല്ലാഹുവേ എല്ലാ കാര്യങ്ങളും അവിടുന്ന് വേണ്ട രൂപത്തിൽ രാജാവ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖജനാവ് മുഴുവനും കാലിയാക്കുന്നത്? രാജാവ് നമ്മളെ പരിഗണിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് രാജാവിനോട് അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. രാജാവ് അവിടുന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടുന്ന് രാജാവ് പറഞ്ഞു എത്രയെന്നാ, ഇതാണ് നിങ്ങളുടെ ചിന്തയെങ്കിലോ ഈ കൊട്ടാരത്തിന്റെ റാണിയായിട്ട് ഞാൻ നിങ്ങളെ വാണിക്കുകയാണ്, ഈ കൊട്ടാരത്തിലെ റാണിയായിട്ട് ഞാൻ നിങ്ങളെ സ്വീകരിക്കുകയാണെന്ന് അതാവിടുന്ന് രാജാവ് ഇവിടുന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവുമായിട്ട് ബന്ധമല്ല വേണ്ടത്, അല്ലാഹുവേ ആ രാജാവിന് അവിടുന്ന് സ്നേഹവും അവിടുത്തെ വാത്സല്യവും അവിടുത്തെ പരിഗണനയുമാണ് എനിക്ക് വലുതെന്ന് തന്റെ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ആ കൊട്ടാരത്തിൽ നിന്ന് പടച്ച
പടച്ചവനെ പവറും അവിടുത്തെ സിംഹാസനവും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നതിനേക്കാളും വലുതെന്താണ്? ആ രാജ്യത്തിന്റെ റാണിയായിട്ട് വാഴലാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. അതാണല്ലോ ഏറ്റവും നല്ല ഭാഗ്യം. കടന്നു വന്നത് എങ്ങനെയാണ്? എന്റെ രാജാവ് എന്നുള്ള ചിന്ത കടന്നു വന്നുകൊണ്ടാണ്. അതാണ് എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് എന്റെ സിട്ടാവുണ്ട്, എന്നെ പടച്ചവൻ അള്ളയാണ്, എനിക്ക് ഭക്ഷണം തരുന്നത് അള്ളയാണ്. അതുകൊണ്ട് ആ പടച്ചുറപ്പിന്റെ മുമ്പിലോ എന്നെ പരിഗണിക്കുന്ന എല്ലാം തരുന്ന രാജാതിരാജനായ പടച്ചവൻ, ആ പടച്ചവനെയാണ് ഞാൻ. ആ പടച്ചവന്റെ മുമ്പിലാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് നിലകൊള്ളേണ്ടത്. അവിടെയാണ് എന്റെ ഹൃദയം ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി എന്റെ പ്രിയമുള്ളവരെ നമസ്കാരത്തിലേക്ക് നിന്നാൽ ആ കൊട്ടാരത്തിൽ നിന്ന് എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ടുപോയാൽ രാജാവ് പിന്നീട് അവരെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാജാവിന്റെ സ്നേഹമാണ് വലുത്, പരിഗണനയാണ് വലുത് എന്ന് കരുതികൊണ്ട് നിന്നവര് ആ കൊട്ടാരത്തിലെ റാണിയായിട്ട് വാഴുകയാണ്. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവം ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളുടെ സ്വഭാവം അതായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല ഏറ്റവും വലിയ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് പടച്ച തമ്പുരാൻ അവർ ഉയർത്തിയത് എന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾ? നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹു നമുക്ക് നൽകുന്ന പരിഗണനയും അവിടുത്തെ വാത്സല്യവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ പരിശുദ്ധമായ തന്റെ നമസ്കാരത്തിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. നമസ്കാരത്തിലേക്ക് കിടക്കുന്ന സമയത്ത് പടച്ചവനെ തന്റെ വീടതാ കത്തിപ്പോവുകയാണ്. നാട്ടുകാരെല്ലാവരും ഇത് കാണുന്നുണ്ട്. എല്ലാവരും കടന്നു വന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് മഹാന്റെ വീട് കത്തുകയാണല്ലോ. അവിടുന്നതാ വെള്ളം ഒഴിക്കുകയാണ്. പക്ഷേ മഹാനെ നോക്കുമ്പോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ളവര്, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവിടെ നിന്നതാ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റബ്ബിനോട് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കാണുമ്പോ ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്താണ് റബ്ബേ ഈ സംഭവിക്കുന്നത്? തന്റെ വീട് ഇവിടെ കിടന്നിട്ട് കത്തിയിട്ട് പോലും അറിയാതെ റബ്ബിന്റെ മുമ്പിൽ ശുക്റിലാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതായിരുന്നു മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ അല്ല എന്ന ചിന്ത മാത്രം കൊടുത്തുകൊണ്ട് ദുനിയാവിലൂടെ കടന്നുപോയപ്പോഴാണ് അവർക്ക് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് കുതിച്ചത്. എന്തേ നമുക്ക് പരാജയം മാത്രം നമ്മളെ തേടി വരുന്നത്? എന്തുകൊണ്ടാണ് പരാജയം മാത്രം വരുന്നത്? നമുക്ക് ദുനിയാവാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമുക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങളാണ്, സുഖസൗകര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ, നമസ്കാരമില്ലെങ്കില് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്തതാ അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹ് ഇങ്ങനെ എത്തുന്ന സമയത്ത് അവനിക്കൊരു വല്ലാത്ത ദാഹം വരാനുണ്ടല്ലോ. ആ പടച്ചവനെ, ദാഹമെന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളം മുഴുവനും എടുത്തിട്ട് അവന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുത്താലും പടച്ചവനെ അവന്റെ ആ ദാഹത്തിന്റെ ശമനം ലഭിക്കില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് നമസ്കാരമില്ലാത്തവനാണ്, നമസ്കാരത്തെ പരിഗണിക്കാത്തവനാണ്. ആ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചാൽ അവൻ ആരുടെ കൂടെയാണ് നരകത്തിലെന്നറിയോ? അല്ലാഹുവേ, ഹാറൂന്റെ കൂടെയാണ്, അമ്മാന്റെ കൂടെയാണ്, അവൻ നമ്രൂദിന്റെ കൂടെയാണ് നരകത്തിന്റെ ഉള്ളറയിൽ കിടക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവരുടെ കൂടെയാണ് നീ നരകത്തിൽ കിടക്കുന്നത്, അവരുടെ കൂടെ നീ നരകത്തിൽ കിടക്കുകയാണ്.
നിസ്കാരത്തിൽ ശ്രദ്ധ വേണം. നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ കാണിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ശിക്ഷയാണിത്. പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ശിക്ഷയാണ്. നീ ഹാമാന്റെ കൂടെ നരകത്തിൽ, ഹാറൂന്റെ കൂടെ നരകത്തിൽ, നമ്രൂദിന്റെ കൂടെ നീ നരകത്തിൽ എന്ന് റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കല്ലേ വേണ്ടത്? അത് കേൾക്കാനല്ലേ രസം? നീ ദജ്ജാലിന്റെ കൂടെ സ്വർഗത്തില, നരകത്തില, ഇബ്ലീസിന്റെ കൂടെ നരകത്തില എന്ന് പറയുമ്പോൾ അവസ്ഥ ആലോചിക്കണികള്. അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ രണ്ടാൽ ഉമർന്ന് ലോകം മുഴുവനും അവിടെ മുദ്രകുത്തി പറഞ്ഞ മഹാനാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തെടുത്തിട്ട് അല്ലാഹുവേ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ അല്ലാഹുവേ അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ട് അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കരയുമായിരുന്നു മഹാനവറുകള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالإهن المنفوش എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ, അവിടെ നിന്ന് പാരായണം ചെയ്യുമ്പോ അല്ലാഹുവേ അതിനെ നരകത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ, അല്ലാഹ് മഅ്ശറയെ കുറിച്ചിട്ട് പറയുമ്പോൾ, അവിടുത്തെ വല്ലാത്ത അദാബുകളെ കുറിച്ചിട്ട് അവിടുന്ന് ചർച്ച നടത്തുമ്പോ ഈ ആയത്ത് ഓതിക്കൊണ്ട് മഹാനവറുകൾ അവിടുന്ന് കരയുമായിരുന്നു. അവിടെ നിന്ന് പൊട്ടി കരയുമായിരുന്നു. എന്നിട്ടോ കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ പടച്ച റബ്ബേ തന്റെ നമസ്കരിക്കുന്ന നമസ്കാരപ്പായുണ്ടല്ലോ, അവിടുത്തെ മുസല്ലയുണ്ടല്ലോ, ആ മുസല്ലയിൽ അവിടുന്ന് ബോധരഹിതനായിട്ട് താഴെ വീഴുമായിരുന്നെന്ന് അതാ അവിടുന്ന് പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴെ വീണിട്ട് ബോധരഹിതനായി കിടക്കുന്ന അവസ്ഥ ആലോചിച്ചുകൊണ്ട് അതാ മഹദി അവിടുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് അവിടുന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കണം, നമ്മള് ബീവി അവിടെ നിന്ന് പറയാണ് മഹാനവറുകൾ പൊട്ടിക്കരയും. എന്റെ പ്രിയമുള്ളവരെ, ഇതാലോചിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടെങ്കിലും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സൂറത്തിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് നമ്മൾക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹ് ഹൃദയത്തിലകത്ത് തഖ്വയോട് കൂടെ വേണം നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കാൻ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, അസ്സലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ പടച്ച തമ്പുരാന്റെ മുമ്പിലുള്ള വല്ലാത്തൊരു മുനാജാത്ത്, നേരിട്ടുള്ള ഒരു ബന്ധം, ഒരു സംസാരമാണ് നമസ്കാരം. അതുകൊണ്ട് നിങ്ങൾ ആ നമസ്കാരത്തിൽ ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കണം. നമുക്ക് നിസ്കാരത്തിൽ തഖ്വ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? ഒന്നാമത്തെ വഴി എന്താ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇനി ഒരിക്കലും തന്നെ ഞാൻ നമസ്കാരത്തിലേക്ക് കടക്കില്ല. ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാഹ് എന്ന് ആലോചിച്ചുകൊണ്ട് വേണം നമസ്കാരത്തിലേക്ക് നമ്മൾ കടക്കാൻ. ആ ചിന്തയോടുകൂടി ബോധത്തോടുകൂടി പഠിച്ചവനെ നമസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിനകത്ത് നിനക്ക് ഈമാൻ തരികയാണ്. എന്നെ കാത്തുകൊണ്ട് അസ്റാഈലിന്റെ പിറകിൽ നിൽക്കുന്നുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്. അതുകൊണ്ടാണല്ലോ ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കെങ്ങാനും പഠിച്ചവനെ ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് നബിയെ, എന്നിരുന്നാലും ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു നന്മ ലഭിക്കാൻ അവിടെ നിന്നൊരു നന്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ ആ സ്വഹാബിയോട് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, സ്വഹാബാ
നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉസ്കുറുൽ മനിയാ, ദുനിയാവിന്റെ തൊലിക്ക് മുകൾ നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം സ്വഹാബ. നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ മരിക്കും, ഇത് എന്റെ അവസാന സമയമാണെന്ന് ജീവിതത്തിൽ കരുതണം. നിങ്ങളുടെ വീട്ടിനകത്ത് രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ പടച്ചവനെ ഞാൻ ഉടനെ മരണപ്പെടുമെന്ന് വിചാരിക്കണമല്ലോ. മരണത്തെ ഓർത്തുകൊണ്ട് ആ മരണം എന്റെ കൂടെയുണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് പടച്ചുറപ്പിനെ കാണാൻ കഴിയുമല്ലോ, നിങ്ങൾക്ക് തഖ്വ ലഭിക്കുമല്ലോ, നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിലേക്ക് നിങ്ങൾ ചേർക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കാൻ. ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, പടച്ചോനെ ഇന്ന് ഈ ജനങ്ങൾക്ക് മുമ്പിൽ, എന്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ ഇനി നാളെ എനിക്ക് എടുക്കാൻ കഴിയില്ല. ഞാൻ കരുതണം ഇതിന്റെ ഇടയ്ക്ക് അസ്രാഈൽ വരും, റൂഹിനെ കൊണ്ട് അസ്രാഈൽ പറക്കും. ഞാൻ വിചാരിക്കണം, നിങ്ങൾ കരുതണം പടച്ചോനെ നാളത്തെ 2 മണിക്കുള്ള ക്ലാസ് ഇരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കണം. മനസ്സിലായോ? എന്നാൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് അല്ലാഹു തആല ഈമാൻ തരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഹൃദയത്തിനകത്ത് ഈമാൻ തരട്ടെ, അല്ലാഹു തആല നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു തആല ഈമാൻ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇത് എന്റെ അവസാനത്തെ നമസ്കാരം, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള ചിന്ത എന്റെ പ്രിയമുള്ളവരെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാം. രണ്ടാമത് വേണ്ടതെന്നറിയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, രണ്ടാമത്തെ കാര്യമാണ് ഞാൻ നിൽക്കുന്നത് അല്ലാഹുവേ ജമാലായ അല്ലാഹുവിന്റെ മുമ്പിലാണ്. ജമാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളവനായ അല്ലാഹുവിന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇന്നല്ലാഹ ജമാൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത സൗന്ദര്യമുള്ളവനാണ്, വല്ലാത്ത സൗന്ദര്യമുള്ളവനാണ്. ആ സൗന്ദര്യത്തെ അവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ആ ചിന്ത വരണം നമുക്ക്. അതുകൊണ്ട് നമ്മളും ഭംഗിയാകണം. നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഭംഗിയാകണം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കൊടുത്ത അല്ലാഹയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ഒന്ന് നോക്കൂ നിങ്ങൾ. എത്രയോ സുന്ദരമായ ഗേഹമാണ് പടച്ച റബ്ബേ ഈ ദുനിയാവ്. ഈ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുമ്പിൽ നമ്മൾ എന്നിരുന്നാലും വഞ്ചിതരാകരുത്. ഈ പ്രപഞ്ചത്തിന് എത്ര സൗന്ദര്യമായിട്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മലയും കാടുകളും കുന്നുകളും മണ്ണും വിണ്ണും അതിന്റെ പ്രകൃതി രമണീയമായ പടച്ച റബ്ബേ പച്ചപ്പുകളും ഇതെല്ലാം കാണുമ്പോൾ എത്രയോ വലിയ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഊട്ടിയിലേക്ക് യാത്ര പോകുന്നത്, കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നത്, മൈസൂരിന്റെ വനാന്തരങ്ങളിലേക്ക് നമ്മൾ യാത്ര പോകുന്നത്. അത് സൗന്ദര്യമാണ്. റസൂലിന് സൗന്ദര്യം കൊടുത്ത അല്ലാഹ്. ഏറ്റവും കൂടുതൽ ദുനിയാവിൽ അല്ലാഹു തആല സൗന്ദര്യം കൊടുത്താരാ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആള്. നമ്മളല്ല. ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മായങ്ങും റൗള കാണാനായി എന്നിൽ കോതിയേറെയാ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ആ പ്രവാചകർക്കാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തിട്ടുള്ളത്. ആ പ്രവാചകരാണ് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൗന്ദര്യമാണ്. ആ പ്രവാചകന്റെ സൗന്ദര്യത്തെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ ചർച്ച നടത്തിയാൽ
എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ഓരോ വശങ്ങളും നമ്മൾ ചർച്ച നടത്തിയാൽ തീരൂല, അത്രത്തോളമുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് പഠിച്ചവനെ റസൂലുള്ളാഹിനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് എത്ര പെണ്ണുകൾ ഉണ്ടായിരുന്നു മക്കയിൽ, മദീനയിൽ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് സൗന്ദര്യം കൊടുത്തിട്ട് കൊട്ടാരത്തിലെ റാണി അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കയറി പിടിച്ചു. ആ ഈജിപ്തിലെ പെണ്ണുങ്ങളുടെ കൈ, എന്റെ പ്രിയമുള്ളവരെ, ഇസ്രായേലിലെ പെണ്ണുങ്ങളുടെ കൈ മുറിഞ്ഞു പോയില്ലേ? കൈ കൊടുത്ത ആപ്പിളല്ല മുറിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ അവിടുന്ന് കൈയാണ് മുറിച്ചു കളഞ്ഞത് എന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പഠിപ്പിക്കണില്ലേ? എന്നാൽ ആ സൗന്ദര്യത്തെ മുഴുവനും സൃഷ്ടിച്ചു പോയതാരാ? ഈ ലോകത്തിന്റെ അഖിലലോക ബ്രഹ്മാണ്ഡ കടാകങ്ങൾ സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന എനിക്കും നിങ്ങൾക്കും അന്നം തരുന്ന, വായു തരുന്ന, വെള്ളം തരുന്ന, എല്ലാം നമുക്ക് സംവിധാനിച്ചു തന്ന അള്ളയുണ്ടല്ലോ. ആ അള്ളയാണ്. അല്ലാഹു തആല ബോധം നൽകട്ടെ. എന്നാൽ ആ അല്ലാഹുവിന്റെ സൗന്ദര്യം നോക്കി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ഇന്നല്ലാഹ ജമാലുൻ, ഇന്നല്ലാഹ ജമാലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല വല്ലാത്ത സൗന്ദര്യവാനാണ്, സൗന്ദര്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. സൗന്ദര്യം മാത്രമല്ല, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ നമ്മൾ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിക്കണം, നല്ല സുഗന്ധം ഉപയോഗിക്കണം, നല്ല മുസല്ല ധരിക്കണം. നമ്മുടെ റൂമുകൾ നമ്മൾ സെറ്റപ്പോടെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സജ്ജീകരിക്കണം. അതിലേക്ക് ചെന്നാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു സൗന്ദര്യം കിട്ടണം. അവിടെ ഇരിക്കാനും അവിടെ നിസ്കരിക്കാനും. എന്നാ നിന്റെ ഹൃദയത്തിനകത്തോ അല്ലാഹു തആല അല്ലാഹുവിലേക്കുള്ള വല്ലാത്തൊരു ബന്ധം നിനക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. ഇട്ടിട്ട് മുഷിഞ്ഞ വേർപ്പൊക്കെയുള്ള ഒരു വസ്ത്രം ഇട്ടിട്ട് നമ്മൾ നമസ്കരിക്കാൻ നിന്നാല് എങ്ങനെ ഉണ്ടാകും? ഇത് ചൂടെടുത്തിട്ട് നമുക്ക് പിരാന്ത് പിടിക്കും അല്ലെ? കുളിക്കാതെ ഒരാൾ നിസ്കരിക്കാൻ വേർപ്പ് ഇങ്ങനെ ഒരിക്കൽ പഠിച്ചോനെ നിസ്കരിക്കാൻ തോന്നുന്നു, ശ്രദ്ധ കിട്ടുമോ? ഇല്ല മക്കളെ, ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തും നമ്മുടെ ശരീരത്തിനകത്തും നമ്മൾ ശുദ്ധി വരുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും ഇങ്ങനെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. പഠിച്ചവനെ, തന്റെ വസ്ത്രത്തിന്റെ തലപ്പത്ത് ചെറിയൊരു നജസ് ഇങ്ങനെ കണ്ടു, ചെറിയൊരു നജസ് ഇങ്ങനെ കണ്ടു. മഹാനായ തങ്ങൾ വല്ലാതെ പേടിച്ചു പോയി. എന്നിട്ടതാ പഠിച്ചവനെ ആ നജസ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ ഒരുതുകയാണ്, ഒരുതി. അല്ലാഹുവേ, ഒരുപാട് സമയം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ചെലവഴിക്കുകയാണ്. ആ സമയത്താണ് തന്റെ കൂട്ടുകാര്, തന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, തങ്ങളെ എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ഒരുപാട് സമയമായല്ലോ എന്നവിടുന്ന് ചോദിക്കുമ്പോഴാണ് മഹാനവർ അവിടുന്ന് പറയുന്നത്, ഞാനിതാ നമസ്കാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ശരീരത്തിൽ ഇതാ നജസ് പറ്റിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്കല്ലേ ഞാൻ കടന്നു പോകുന്നത്. ഇതെനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പഠിച്ചവനെ, ഇത് എന്നെ വല്ലാതെ അവിടുന്ന് എന്റെ നമസ്കാരത്തെ ബാധിക്കുമോ, എന്റെ നമസ്കാരത്തെ ബാധിക്കുമോ എന്ന് ഞാൻ അവിടുന്ന് പേടിക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ എന്ന് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഇട്ടത് തന്നെ ഇട്ടിട്ട് നമസ്കരിക്കുന്നവരാണ്, വസ്ത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവരാണ്. വിയർപ്പുണ്ടായിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ, സ്ഥലത്താകട്ടെ, എന്തായിക്കോട്ടെ, എന്റെ പ്രിയമുള്ളവരെ, ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കത് വിഷയമല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇത് അല്ലാഹുവായിട്ടുള്ള വല്ലാത്തൊരു മുനാജാത്താണ്. ആരുമായിട്ടാണ് നമ്മൾ മുനാജാത്ത് നടത്തുന്നത്? അസ്സലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ. ഈ ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച തമ്പുരാന്റെ മുമ്പില് നമ്മൾ വല്ലാത്ത മറയില്ലാത്ത വല്ലാത്തൊരു ബന്ധമാണ് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ബന്ധത്തെ നമ്മൾ വളർത്തണം, ആ ബന്ധത്തെ നമ്മൾ നീട്ടിക്കൊണ്ടുപോകണം. ഇത് എങ്ങനെയാണ് കഴിയുന്നത്? ഈ ബന്ധത്തെ
എന്നിട്ട് നമ്മൾ തന്റെ അള്ളാഹുവിന്റെ സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് കടന്നു വരുമ്പോഴാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. മനസ്സ് ശുദ്ധിയാകണം, ശരീരം ശുദ്ധിയാകണം, വസ്ത്രം ശുദ്ധിയാകണം, നമ്മുടെ എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാകണം. ഇത് ശുദ്ധിയായിക്കൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് കടക്കേണ്ടത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണത്തിന് പോകാണ് എങ്ങനെയൊക്കെ ഒരുങ്ങാറുണ്ട് നമ്മള്. സൽക്കാരത്തിന് പോകാൻ എങ്ങനെയൊക്കെ ഒരുങ്ങലുണ്ട് നമ്മള്. ഇടാത്ത പുതിയ വസ്ത്രല്ലേ നമ്മളിടല്, കുളിക്കൂലെ നമ്മള്, എന്തെല്ലാം സൗന്ദര്യ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കും. എന്നാ എന്റെ സിട്ടാവായ പടച്ചോന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ നമുക്ക് ഇതൊക്കെ എങ്ങനൊക്കെ മതി അല്ലെ, ഇത് ഇങ്ങനൊക്കെ മതി. പറ്റൂല. ഒരു സ്ത്രീയുടെ ഔറത്തെന്ന് പറഞ്ഞാൽ അത് ശരീരം മുഴുവനുമാണ്. നമസ്കാരത്തിലേക്ക് കിടക്കുമ്പോൾ അവളുടെ മുൻകൈ പുറത്ത് കാണട്ടെ, അവളുടെ മുഖവും മുറത്ത് കാണട്ടെ. അതുമാത്രം കണ്ടുകൊണ്ട് എല്ലാം മറച്ചുകൊണ്ട് ആത്മാർത്ഥമായി വെള്ള വസ്ത്രത്തിന്റെ ഉള്ളറയിൽ ഉമ്മ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അല്ലാഹു നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ നോക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മലക്കുകളെ ഒന്ന് കാണുന്നുണ്ടോ നിങ്ങള്? തൊപ്പി ധരിച്ചിട്ട്, മുണ്ട് ധരിച്ചിട്ട്, തലപ്പാവ് ധരിച്ചിട്ട് ഓരോ വാപ്പമാരും പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ പടച്ചറബ്ബയാ പരിശുദ്ധമായ പള്ളിയുടെ വരാന്തരങ്ങൾ ിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മലക്കുകൾ ഇങ്ങനെ സ്വാഗതം ചെയ്ത് സ്വീകരിക്കാൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരൂ, നമസ്കാരത്തിലേക്ക് കടന്നു വരൂ, ഉണരൂ എന്ന് അവിടെ നിന്ന് ഇങ്ങനെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ കടന്നു ചെല്ലുന്നവരെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വല്ലാത്ത അനുഗ്രഹമാണല്ല കൊടുക്കുന്നത്. അല്ലാഹ് സുന്ദരമായിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അല്ലാഹു തആല നമുക്ക് നൽകട്ടെ, അല്ലാഹു തആല നൽകട്ടെ. അതുകൊണ്ട് നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഖുശൂ ലഭിക്കാൻ, തഖ്വ ലഭിക്കാൻ, ഒന്നെന്താ, ഇത് എന്റെ അവസാനത്തെ നമസ്കാരമാണ്. രണ്ടെന്താണ്, അല്ലാഹ് സൗന്ദര്യമുള്ളവനാണ്, അതുകൊണ്ട് ഞാനും സൗന്ദര്യമുള്ളവനാവുകയാണ് എന്നുള്ള ചിന്ത എന്റെ പ്രിയമുള്ളവരെ ഹൃദയത്തിൽ കൊണ്ടുവരാം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട് എന്റെ പ്രിയമുള്ളവരെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ ആദ്യ കാലത്ത് കൊള്ളക്കാരനായിരുന്നു. വഴിയിലിങ്ങനെ കാത്തു നിൽക്കും, എന്നിട്ട് അതിലൂടെ കടന്നു വരുന്ന പടവും മറ്റുമൊക്കെ ആയിട്ട് വരുന്നവരെ അത് ആക്രമിച്ചിട്ട് പിടിച്ചെടുക്കും. സുന്ദരികളായ പെണ്ണുങ്ങൾ വന്നാൽ ആ പെണ്ണുങ്ങളെ കയറി പിടിച്ചിട്ട് വ്യഭിചരിക്കുമായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ്, ബോധം വരുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരുവരായിരുന്നു മഹാനവറുകൾ. അങ്ങനെ അതാ പടച്ചവനെ ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ കടന്നു വരുമ്പോൾ അല്ലാഹുവേ ആ പെണ്ണിനെ വ്യഭിചരിക്കണമെന്ന ചിന്തയോടുകൂടി ആ പെണ്ണിന്റെ പിറകെ ഓടുകയാണ്. ആ പെണ്ണ് നേരെ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, എന്നിട്ട് അവിടെ നിന്ന് മഹാനവറുകൾ ഇങ്ങനെ പടച്ചറബയെ പിന്നാലെ നടന്നപ്പോൾ ആ പെണ്ണ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാനൊന്ന് 2 റക്അത്ത് നമസ്കരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം, നിങ്ങൾ ഇവിടെ നിന്ന് കാത്തു നിൽക്കണേ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ തന്റെ വീടിന്റെ വെളിയിൽ ആ പെണ്ണിനെ കാത്തുകൊണ്ട് വ്യഭിചരിക്കാനുള്ള മോഹവുമായിട്ട് അതാ അവിടുന്ന് ഫുളൈൽ തങ്ങൾ നിൽക്കുകയാണ്. അന്ന് ഇസ്ലാമിന്റെ ആവേശം ഹൃദയത്തിൽ ഊറിയിട്ടില്ല, അവിടുന്ന് കടന്നു വന്നിട്ടില്ല. അങ്ങനെ നമസ്കാരത്തിലേക്ക് കടന്നുപോയ പെണ്ണ് അല്ലാഹുവേ അവിടുന്ന് ഉദോഹ് ചെയ്യുകയാണ്. ആത്മാർത്ഥമായിട്ട് കൈകെട്ടി അവിടെ നിന്ന് ഫാത്തിഹ ഓതി, അവിടെ നിന്ന് സൂറത്ത് ഓതി, എന്നിട്ട് അവിടുന്ന് വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഓതിക്കൊണ്ട് അവിടുന്ന് ഈ ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅ്നി ലില്ലദീന ആമനൂ
تخشع قلوبهم لذكر الله. ഈ ദുനിയാവിന്റെ പെരുക്ക് മുകളിലൂടെ ജീവിക്കുന്ന മനുഷ്യ, നിനക്ക് ഭയന്ന് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സമയമായിട്ടില്ലയോ? ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഇന്ന് നമ്മൾക്ക് മുമ്പിൽ പ്രളയവും ദുരന്തങ്ങളും പടച്ചറബേ ഒരുപാട് പ്രക്ഷോഭങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും എന്തേ നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലയോ? പടച്ചറബേ, ഈ ആയത്ത് അവിടുന്ന് ഫുലൈൽ തങ്ങളെ പുറത്തുനിന്ന് കേൾക്കാൻ ഫുലൈൽ തങ്ങളതാ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ചവനെ, ഈ ആയത്ത് കേട്ടിട്ട്, ഖുർആനിന്റെ ആയത്ത് കേട്ട് മനസ്സിന്റെ വല്ലാത്തൊരു വേദന. പടച്ചവനെ, അള്ളാന്റെ ചോദ്യമാണ്, നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ഈ ഇവിടുന്ന് കഴിഞ്ഞില്ലേ എന്നതാ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്നുള്ള ചോദ്യം അങ്ങ് ചോദിക്കുമ്പോൾ അല്ലാഹു ഫുലൈൽ തങ്ങൾ ഓടുകയാണ് തന്റെ വീട്ടിലേക്ക് ഓടി അവിടുന്ന് മാനസാന്തരം സംഭവിക്കുകയാണ്. പടച്ചവനെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ അനുസരിച്ച് ജീവിച്ചു അവസാനം വിലായത്തിന്റെ പദവിയിലേക്ക് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ഉയർന്നെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ അല്ലാഹുവേ പടച്ചറബ്ബേ ഹൃദയത്തിലേക്ക് വരട്ടെ, അർത്ഥം മനസ്സിലാക്കിയിട്ട് ആയത്ത് മനസ്സിലാക്കിയിട്ട് ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുകൾ ഉണ്ടല്ലോ, ആ സാധാരണ ഓതുന്ന സൂറത്തുകൾ അർത്ഥമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മനസ്സിലായോ? എല്ലാം നമുക്കറിയാലോ, എന്ത് കാര്യവും നമുക്കറിയാലോ. എന്നിരുന്നാലും നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുകളെ അതിന്റെ അർത്ഥം എന്റെ പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലെ? നമ്മൾ മൊബൈലൊക്കെ എടുത്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം മേഖലകൾ നമ്മൾ ഇടപെടുന്നുണ്ട് എന്റെ പ്രിയമുള്ളവർ. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെ? നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പും ഫേസ്ബുക്കും പല സംഭവങ്ങളും നമ്മൾ കാണലുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളും മറ്റും ഒന്ന് എടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ഓതാനും വായിക്കാനും എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.